ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട് കേട്ടോ. ഷാനി മീനും നല്ല ഉറക്കമാണ്. ഇപ്പം ചൂടൊക്കെയാണല്ലോ, അപ്പോൾ പിന്നെ കുറച്ച് നേരമൊക്കെ ടി വിയും കാര്യങ്ങളൊക്കെ ഇരുന്ന് കാണും. പിന്നെ ഉച്ചയ്ക്കൊന്ന് പോയിട്ട് കിടന്നുറങ്ങിയൊക്കെ പറയും. ആദ്യം മിന്നൂസായിട്ട് ഉറങ്ങുക. അപ്പോൾ മിന്നൂസ് ഒരു 12:30 മണിയാകുമ്പോഴേക്കും ഉറങ്ങും. ഷാന പിന്നെ ടി വിയൊക്കെ കണ്ട് ഒരു 2-2:30 മണിയാകുമ്പോഴാണ് കേട്ടോ പോയി കിടന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ വെറുതെ ഈ ചൂടത്ത് ഇങ്ങനെ ഇരിക്കുന്നതും ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അത്രയും സമയം ചൂടൊന്നും ഇല്ലാതെ സുഖമായിട്ട് കിടക്കട്ടെ വിചാരിച്ച് രണ്ടാളും നല്ല ഉറക്കമാണ്. അപ്പം എനിക്ക് വൈകുന്നേരം കുറച്ച് പരിപാടികളുണ്ട്. ഇന്നലെ ഇപ്പോൾ ഇവിടെയൊക്കെ അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ടതാണ്. പക്ഷേ ഇന്ന് അടിച്ചു വാരിയിട്ടൊന്നുമില്ല കേട്ടോ. മിന്നൂസ് എന്താ പറയുക, എല്ലാ ടോയ്സും കാര്യങ്ങളും ഒക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മുടെ നൈബർ ഒരു 2 ചുരിദാർ ഷേപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അടിച്ചിട്ട് കുറേ നൂലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അടിച്ചങ്ങനെ കൊടുത്തു. പിന്നെ ഞാനങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങൾ പോയി കിടന്നുറങ്ങുകയാണ് ചെയ്തത്. പിന്നെ ക്ലീനിങ്ങിനൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം ആ പരിപാടിക്ക് നിൽക്കട്ടെ. പിന്നെ ലോങ് വീഡിയോ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു 3 മണിക്ക് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ പുതിയ ചൂലൊക്കെ കിട്ടിയപ്പോൾ അടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെ പോലെ തന്നെ എനിക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും പുതിയ ഐറ്റംസ്, അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്താണെങ്കിൽ നമ്മൾ കളിക്കുന്ന എന്തെങ്കിലും പുതിയ ഐറ്റംസ് കിട്ടിയാൽ ഒരു 2 ദിവസം നമ്മൾ അതിൻ്റെ പിന്നാലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഭയങ്കര അടിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ്. പുതിയ ചൂലൊക്കെ കിട്ടിയതാണല്ലോ, അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഡെയിലി തുടക്കണമെന്നില്ല കേട്ടോ. ജസ്റ്റ് എന്താ പറയുക, ഒരു എല്ലാവിടെയും ക്ലീനായി അടിച്ചു വാരി ഇട്ടാൽ തന്നെ ഒരു 80% ക്ലീനായി കിടക്കണ പോലെ തന്നെയാണ് കേട്ടോ. ഈ വൈറ്റ് ടൈലായ കാരണം തന്നെ കൂടുതലും മുടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്ത് കാണിക്കും കേട്ടോ. അതാണ് നമ്മുടെ ഈ ഒരു ടൈൽസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ബാത്റൂമിലും അതുതന്നെ വൈറ്റ് ടൈൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വൈറ്റ് ടൈൽ ഇട്ട് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകൽ ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് തരികിട പരിപാടികളൊന്നും കാണിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാതെ ഇടാൻ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. ഈ ഡാർക്ക് ഷെയ്ഡൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു തരികിട പരിപാടികൾ കൊണ്ടൊക്കെ ഒപ്പിക്കുക. ഇത് നമുക്ക് അങ്ങനെ നടക്കില്ല. ഫുള്ള് നമ്മൾ ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം എല്ലാവിടെ അടിച്ചു വാരി എടുത്തപ്പോഴേക്കും തന്നെ പകുതി കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല വിയർക്കും. അടിച്ചു വാരൽ, പ്രത്യേകിച്ച് അടിച്ചു വാരൽ, തുടക്കൽ, അത്തരം ജോലികൾ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം തീരുമാനമാകും. അപ്പം അതുപോലെ ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് ചൂടുകാലമാണ്. ചിലപ്പോൾ നമുക്ക് ദാഹമൊന്നും തോന്നിയില്ല എന്ന് വരും. എന്നാലും കുറച്ച് ഇടവിട്ടിട്ട് വെള്ളം കുടിക്കുക, അത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഷാനൊക്കെ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ വെച്ച വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ പറ്റില്ല. എനിക്ക് ചെറിയൊരു പകുതി തണുപ്പ്, അതേപോലെ പകുതി നമ്മളെ നോർമൽ വാട്ടറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കുടിക്കുകയുള്ളൂ. അല്ലാണ്ട് നമുക്ക് ആ ഒരു ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടുള്ള തണുപ്പിൽ എനിക്ക് പറ്റില്ല. അപ്പോൾ ഈ സമയത്തൊക്കെ ഇങ്ങനെ വെള്ളം, സാധാ നോർമൽ വെള്ളം, അല്ലാണ്ട് ജ്യൂസും കാര്യങ്ങളൊന്നും അല്ലാണ്ട് ഈ പറയുന്നത്, നോർമൽ വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ്. എപ്പോഴും ഇങ്ങനെ വേർത്ത് നമുക്ക് അടിക്കുന്ന സമയമൊന്നും നമുക്കങ്ങനെ തോന്നില്ല. അടിച്ചു കഴിഞ്ഞൊന്നും ഇരിക്കുന്ന സമയമായിരിക്കും മൊത്തമായിട്ട് അങ്ങോട്ട് കുളിച്ചൊരവസ്ഥയായിരിക്കും കേട്ടോ. ഞാൻ ഈ പാത്രമൊക്കെ കഴുകാൻ നിൽക്കുന്നത് മേലത്തെ ഫാൻ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ. നമുക്ക് ആ മേലത്തെ ഫാൻ ഇടുമ്പോൾ ചൂട് കൂടുക ചെയ്യുന്നത്. പിന്നെ ഈ വിൻഡോ വഴി നല്ല കാറ്റുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് നമുക്ക് ഒരു ഒഴിഞ്ഞ തൊടി, അതേപോലെ അപ്പുറത്തേക്കൊക്കെ പാടായതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ നല്ല കാറ്റുണ്ട്. അപ്പോൾ വെറുതെ നമ്മൾ ഈ ഫാൻ്റെ എന്താ പറയുക, കറണ്ട് ബില്ല് കൊടുക്കുന്നതിന് നല്ലത് അത് ഓഫ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. കാരണം എന്താണെന്ന് പറയുക, നമ്മൾ ഫാൻ ഇങ്ങനെ കാറ്റ് കൊണ്ടിട്ട് പെട്ടെന്ന് അത് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ചൂട് കൂടുക ചെയ്യുന്നത്. അപ്പോൾ അതില്ലാതിരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇവിടുന്ന് നന്നായിട്ട് കാറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ നമുക്കിവിടെ കിച്ചണിൽ നിൽക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളില്ല. പിന്നെ കുറച്ചും കൂടെ ബുദ്ധിമുട്ട് വരും, നമ്മൾ സ്റ്റവൊക്കെ കത്തിക്കുന്ന സമയത്ത് ആ ഒരു ചൂടിലിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ചൂട് എടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ചൂടൊന്നുമില്ലല്ലോ. നമ്മൾ പാത്രമൊക്കെ ഇതുപോലെ കഴുകുമ്പോൾ മാക്സിമം ഫാനൊക്കെ ഇടാതിരിക്കുന്നത് ഒന്നുകൂടെ നല്ലത് കേട്ടോ. ഇതുപോലെ വിൻഡോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുറന്നിടുക. അപ്പോൾ അവിടെ നിന്ന് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടും.
ആകുമ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ഈ ഒരു സ്ക്രൂ എപ്പോഴും ഇങ്ങനെ ലൂസായി കൊണ്ടിരിക്കും കേട്ടോ, എപ്പോഴും നല്ല ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ കിച്ചണിൽ ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിനുള്ള പരിഹാരമായി കിട്ടും കേട്ടോ. അപ്പം അത് കുക്കർ അതേപോലെ തന്നെ ഇതിൻ്റെ അടപ്പിൻ്റെ ഭാഗത്ത് ഇതുപോലൊരു സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ കഴിയുമ്പോൾ അതങ്ങനെ ലൂസാവും, എന്നിട്ട് ഇതിങ്ങനെ പിടിങ്ങനെ ഇളകും കേട്ടോ. അപ്പം ഇതുപോലൊരു സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ടെസ്റ്ററോ എന്തെങ്കിലും കിച്ചണിൽ വെച്ചാൽ മതി. അതേപോലെ നമ്മുടെ ഫ്രൈ പാന് അതിൻ്റെയൊക്കെ സ്ക്രൂ ടൈറ്റ് ചെയ്യാനായിട്ട് ഉപകരിക്കും കേട്ടോ. അപ്പം ഇന്നിനിപ്പം രാത്രിക്ക് ചോറ് വെക്കണം. രാത്രിക്കുള്ള ചോറില്ല കേട്ടോ. വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ, കാരണം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇവിടെ റേഷനരിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഒരൊറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് ഏകദേശം സെറ്റാവും. അപ്പോൾ നമുക്ക് ഗ്യാസും ലാഭം, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന റേഷനരി ഉള്ളത് കൊണ്ട് കേട്ടോ. റേഷനരി തന്നെ 2-3 ഐറ്റം അരികളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം പെട്ടെന്ന് ഇതുപോലെ ഒറ്റ വിസിൽ വന്നിട്ട് വേഗം അതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ കളഞ്ഞ് അപ്പം തന്നെ തുറക്കേണ്ട പോലത്തെ അരികളൊക്കെ ഇടയ്ക്ക് കിട്ടാറുണ്ട്. ചിലത് നമുക്കൊരു 5 മിനിറ്റൊക്കെ അങ്ങനെ വിസിൽ വന്നിട്ടും വെയിറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ അറിയുന്നത് വെച്ചാൽ ഫസ്റ്റ് ടൈം ഒരു തവണ കുക്ക് ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും ഇത് ഏത് ടൈപ്പ് അരിയാണെന്നുള്ളതൊക്കെ. അപ്പം അതൊക്കെ നോക്കിയിട്ട് നമ്മൾ 2ാം വട്ടം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് തക്കാളി ചട്നി എന്നൊക്കെയാണ് ഞങ്ങൾ പറയുക. അപ്പം ഞങ്ങൾ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉമ്മ അതുണ്ടാക്കി തരാറുണ്ട് കേട്ടോ. ഇതും പിന്നെ ഒരു മുട്ട ഓംലേറ്റ് അടിച്ചതുമാണ് ഞങ്ങളുടെ പ്രധാന സ്കൂൾ കൊണ്ടുപോകുന്ന ഉച്ചയ്ക്കുള്ള ഫുഡ് കേട്ടോ. അപ്പോൾ ഇതാ മിന്നുൻ്റെ ഉറക്കം കഴിഞ്ഞിട്ടോ അല്ലേ. താത്ത പിന്നെ കുറച്ച് നേരം മിന്നുവിന് ഇടയ്ക്കൊരു ചുമയാണ്. അപ്പോൾ താത്തത്തിരി നേരം വഴുകി കിടന്ന കാരണം തന്നെ നേരത്തെ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മിന്നു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ അതുപോലെ വെല്ലുള്ളി, തക്കാളി, പച്ചമുളക് അടയുന്നില്ല, അതിന് പകരം നമ്മൾ മുളക് പൊടി ഇടും. പിന്നെ 2 കറിവേപ്പില. അപ്പോൾ ചെറിയ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. എന്നാലും എനിക്ക് തോന്നുന്നു ഉമ്മ ഉള്ളിനേക്കായും കൂടുതൽ തക്കാളിയാണ് എടുക്കാറുണ്ട് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഒരു വലിയ സൈസ് തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് റെഡിയാക്കിയിട്ട് നമ്മുടെ ലഞ്ച് ബോക്സിൽ അങ്ങോട്ട് വെച്ച് തന്നാൽ നമ്മുടെ ആ ഉച്ച സമയത്ത് ഇതങ്ങോട്ട് തുറക്കുമ്പോണ്ടല്ലോ, ഇതും ആ ചോറിൻ്റെ മുകളിൽ വെക്കും. പിന്നെ ഒരു ഓംലേറ്റ് അടിച്ചതും വെക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും, പിന്നെ നമ്മൾ വിശന്ന് ഇരിക്കുന്ന ആ ഒരു ടൈമായിരിക്കുമല്ലോ. വർക്കിന് പോകുമ്പോഴായാലും ഒരു 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പഠിക്കാൻ പോകുമ്പോഴാണെങ്കിലും കൂടുതലായിട്ട് ഉണ്ടാക്കി തരുന്ന കറി ഇതാണ് കേട്ടോ. പിന്നെ ബീഫ്, ചിക്കന്, ചെമ്മീൻ അങ്ങനെയൊക്കെ റോസ്റ്റ് ചെയ്തിട്ടൊക്കെ അതും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. വർക്ക് ചെയ്യുന്ന അവിടെ അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ റോസ്റ്റ് ആക്കിയിട്ടൊക്കെ ഇതുപോലെ ബീഫ് റോസ്റ്റ് അതേപോലെ ചെമ്മീൻ റോസ്റ്റൊക്കെ തരുമ്പോൾ അവർക്ക് ഞാൻ ലഞ്ച് കൊണ്ടുപോകുമ്പോൾ എൻ്റെ അത് ഓപ്പൺ ചെയ്യാനായിട്ട് അവർ കാത്തിരിക്കും. എൻ്റെ കറികളൊക്കെ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. വർക്ക് ചെയ്യുന്നവിടെ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ജോലിയാണെങ്കിലും പഠിപ്പിൻ്റെ സമയത്താണെങ്കിലും ഉച്ചയ്ക്കൊക്കെ നമുക്ക് ഒരു വിശപ്പുണ്ടാവുമല്ലോ. അന്നൊന്നും ഇപ്പോൾ ഇടയിൽ
ഇപ്പോഴത്തെ കുട്ടികൾ കൊണ്ടുപോകുന്ന ഇതുപോലെ എന്താ പറയുക, സ്നാക്സ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. നമ്മൾ രാവിലെ കഴിച്ചു പോയാൽ പിന്നെ നമുക്ക് ഈ ഒരു ഉച്ചയ്ക്ക് കിട്ടുന്ന ഫുഡ് തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് പ്രത്യേക ഒരു വിശപ്പും കാര്യങ്ങളായിരിക്കും. പിന്നെ ഇങ്ങനെയൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടെ എന്താ പറയുക, ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ തുറക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു ആർത്തിയൊക്കെ ആയിരിക്കും കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട്. നമുക്കൊരു മടുപ്പും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഡെയിലി ആ കറി തന്നെയാണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മടുപ്പോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഡെയിലി അല്ല, ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ റോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും. അപ്പം തക്കാളി എനിക്ക് തോന്നുന്നത് ഇത് ഇത്തിരി വലിയ സൈസ് ആയതുകൊണ്ട് ഈ ഒരു ഭാഗം ഞാൻ എന്തായാലും മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അത്ര മതി, അല്ലെങ്കിൽ ഒരുപാടായിപ്പോവും. കാരണം അത്യാവശ്യം വലിയ സൈസ് തക്കാളിയാണ് കേട്ടോ. മിന്നുവിന് കുക്കറിൻ്റെ വിസിൽ കേൾക്കുന്നത് നല്ല പേടിയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഹാളിൽ ഫാനൊക്കെ ഇട്ട് കൊടുത്തതാണ്. പക്ഷെ ആള് എൻ്റെ മെഷീൻ്റെ മൂലയിൽ പോയിട്ട് നിൽക്കുന്നുണ്ട്. എന്താ മിന്നുവോ, എന്താണ് ഇവിടെ വന്ന് നിൽക്കണേ? ഒന്നുമില്ലേ? എന്താ ഇവിടെ വന്ന് നിൽക്കണേ? ഒളിച്ച് നിൽക്കുക? അതാ മിന്നു ഒളിച്ച് നിൽക്കണു. മിന്നുസേ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ കറി റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാണെങ്കിലും യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഡയറക്റ്റ് ഈ ഒരു എണ്ണയിൽ കിടന്നിട്ടുള്ള കുക്കിംഗ് തന്നെയാണ് കേട്ടോ. തക്കാളിയുടെ വെള്ളം കൂടെ ഒക്കെ ഇറങ്ങിയിട്ട് ഓക്കെ ആവും. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഫസ്റ്റ് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിലോട്ട് മുഴുവനായിട്ടുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ റോട്ടിലൂടെ ഓറഞ്ചും ആപ്പിളും പൈനാപ്പിളൊക്കെ വിളിച്ച് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു സമയമായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളുണ്ടാവുമല്ലോ. ഇലക്ഷൻ്റെ സമയമായി കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേൾക്കുക. ഇപ്പോൾ പിന്നെ നമുക്കിതാ ഈ സമയമായി കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങളായിരിക്കും. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് വേഗം ഒന്ന് വഴന്ന് വരും. മാങ്ങയൊക്കെ നന്നായി പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇതുപോലെ 3 എണ്ണം കട്ട് ചെയ്ത് നല്ല അടിപൊളി മധുരമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അടുത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പം രാവിലെ ഇതുപോലെ ഇതേ സൈസുള്ള 3 എണ്ണമൊക്കെ കട്ട് ചെയ്തു. ഇതിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ബാക്കിയൊക്കെ എല്ലാ ഭാഗവും നമുക്ക് കഴിക്കാൻ പാകത്തിനാണ് കേട്ടോ. അപ്പം ഒന്നും വേസ്റ്റ് ആയിട്ടില്ല. ഒരു മാങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു, അറുത്തേക്ക് ഇട്ടുണ്ട് വന്നിട്ടില്ല കേട്ടോ. അത്യാവശ്യം ഇതൊക്കെ കുറച്ചും കൂടെ കഴിയണം അത്രയും. അപ്പം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ തീ
അടച്ചു വെക്കുന്ന സമയം ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് നല്ല വഴന്ന് വരണം കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം, ഉള്ളിയും തക്കാളിയൊക്കെ, എന്നാലും ഇതിനൊരു ടേസ്റ്റ്. അപ്പോൾ ഇനി ഞാനിതാ കറിവേപ്പിലയും പിന്നെ അതേപോലെയുള്ള തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുള്ളി ഒരു 3/4 ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇനി തക്കാളിയും കൂടെ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിൽ ഇളക്കിയിട്ടതാണ് കേട്ടോ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പം മിന്നുവിൻ്റെത് ആദ്യം തന്നെ എടുത്തു കൊണ്ട് വയ്ക്കാം. അങ്ങനെ സെക്ഷനായി കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് മടിയില്ലാതെ, അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളെ കട്ടിലിൽ കൂട്ടിയിടാനേ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പണി റിസ്ക് നമുക്ക് തോന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സ്, അപ്പോൾ ഷാനാൻ്റെ ഒക്കെ ഇതിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷാന അതൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെത് മാത്രമേ ഉള്ളൂ. അപ്പം ഏകദേശം ഒരു പകുതിയിലേറെ കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ എരിവും ഉണ്ടാവില്ല, എന്നാൽ നമുക്ക് നല്ല കളറായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ മസാലയായിട്ടിപ്പം ആകെ നമ്മളിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഞാനിട്ട ആ ഒരു മുളക് പൊടിൻ്റെ എരിവ് പാകമാണ് കേട്ടോ. ഇനിയിപ്പം അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, എരിവ് കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ഇടാം കേട്ടോ. ഇനി ഇതിലൊന്ന് കിടന്നിട്ട് ഒന്നും കൂടെ കുക്കായി വരട്ടെ. അപ്പോൾ വൈകുന്നേരം ഇവിടെ ചായ പരിപാടി ഇല്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം വൈകുന്നേരത്തെ ചായ വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഷാന നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. മിന്നു എഴുന്നേറ്റ്, ഷാന എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഒരു ചായക്കൊരു പൂതിയൊക്കെ ഷാനാക്ക് വരാറുണ്ട്. അപ്പോൾ എന്തായാലും എഴുന്നേൽക്കുന്നതിന് മുന്നേ എല്ലാവർക്കും ഒരു പാൽ ചായ കണ്ട് സെറ്റാക്കാൻ വിചാരിച്ചു. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ചൂട് കുറച്ച് മതി കേട്ടോ. അപ്പോൾ സെറ്റ് ആയിട്ട് തണുക്കാനായിട്ട് വെക്കാം. അപ്പോഴേക്കും വേഗം ചായ റെഡിയാക്കട്ടെ. ചായ കുടിക്കാതിരിക്കുന്നത് തന്നെ കേട്ടോ നല്ലത്. പിന്നെ അവൾക്ക് എണീറ്റ് കഴിഞ്ഞാൽ എന്താ പറയുക, ചായ കുടിക്കാനായിട്ടൊന്ന് തോന്നും. കുറേ പഞ്ചസാരയൊന്നുമില്ല കേട്ടോ, ചെറിയ സ്പൂണാണ്. എത്ര ഇട്ടാലും മധുരം കാണൂല, അതാണ് ഇങ്ങനെ വാരി വാരി ഇടുന്നത്. അപ്പോൾ ഒരു 3 ഗ്ലാസ് തന്നെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മിന്നുവിനും കൂടിയിട്ട് നമ്മൾ കണക്കിൽപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ സ്റ്റൗ കത്തിക്കാൻ മറന്നു. ഇതപ്പം ഞാൻ നോക്കണം എന്താ ഒരു സൗണ്ടൊന്നും കേൾക്കാമല്ലോ എന്ന്. പിന്നെ അതൊക്കെ വേഗം അവിടെ സെറ്റാവട്ടെ. കട്ടൻ ചായ ആണെങ്കിൽ നമ്മൾ കെറ്റിലാൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിപ്പോൾ എന്തായാലും പാൽ ചായ അല്ലേ. അപ്പോൾ അവിടെ എന്തായാലും ചായ റെഡിയാവട്ടെ. അപ്പോൾ ചില തക്കാളി ഇങ്ങനെ ഉടയാതൊക്കെ കിടക്കുന്നുണ്ടാവും. അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഈ തവി വെച്ചിട്ടൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് എത്രത്തോളം വെന്ത് കുഴഞ്ഞു വരുന്നോ അതിലാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഉള്ളിയൊക്കെ ഒരു ചവർപ്പില്ലാതെ നല്ല കുക്കായി വരണം. അത് അടി പിടിക്കൊന്നുമില്ല. ഇടയ്ക്ക് നമ്മളൊന്നിങ്ങനെ തുറന്നിട്ടൊന്ന് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ എപ്പോഴും ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക.
ഇങ്ങനെ ഫൈനലി ഇതാ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് തന്നെ കുക്കായതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയാൽ മതി. പെട്ടെന്ന് തീരുന്ന പരിപാടി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ മീൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് കറീൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തൊട്ട് കൂട്ടുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പം ഇതും ഇനിയിപ്പം ഓംലേറ്റും മുട്ട ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓംലേറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാത്രിത്തെ ഫുഡ് സെറ്റായി. പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ എത്ര ക്ലീൻ ആക്കിയാലും പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് സാധനങ്ങൾ വരും കേട്ടോ. എവിടുന്നെങ്കിലൊക്കെ കൊണ്ടുവന്ന സാധനം ഇടുന്ന ഒരു ഏരിയയാണിത്. അപ്പം ഇതിങ്ങനെ കിടക്കുന്നത് കണ്ടാൽ തന്നെ പകുതി മുക്കാൽ വൃത്തികേടാണ് കേട്ടോ. അപ്പം അതിങ്ങനെ എന്താ പറയുക, വൃത്തിയാക്കി മടുപ്പായി തുടങ്ങി. പിന്നെ വേഗം ആ സ്റ്റാൻഡിൽ നിന്ന് വേഗം കഴുകിയ പാത്രങ്ങളൊക്കെ വേഗം എടുത്തു വെക്കുന്നതും ഈ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ. അതാണ് ഇത്ര വൃത്തിയാക്കിയാൽ ഇവിടെ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അതൊക്കെ ഒന്ന് വേഗം സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ ഷാൻ എപ്പോഴും ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചായയൊക്കെ ഇതാ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ബിസ്ക്കറ്റ് വേണം കേട്ടോ. എപ്പോഴും ഇങ്ങനെ എടുക്കില്ല, ഇടയ്ക്കൊരു ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിയോളം എനിക്ക് മുക്കിയിട്ട് കഴിക്കാനുള്ള ബിസ്ക്കറ്റാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഷാനാനെ പോയി വിളിക്കട്ടെ. സമയം കുറച്ചായിട്ടുണ്ട്. പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കാനൊക്കെ പറയണം. ഏയ് മിന്നുന് എന്താ സന്തോഷം അല്ലേ മിന്നുസേ? ഇതാ ക്ലിപ്പൊക്കെ ഒരു വഴിക്ക് ആയിട്ടുണ്ടല്ലോ. മുടി വേറെ വഴിക്ക്, ക്ലിപ്പ് വേറെ വഴിക്ക്. തണുത്തതുകൊണ്ട് ജ്യൂസ് കുടിക്കണ പോലെ ഇല്ല മിന്നു. ഇവിടെ കൊണ്ടുപോവാ. അതാ വീഴുനി. ഇതാ പിടിക്ക, നടന്നു കുടിക്കുക. ഓ മീശയൊക്കെ വെച്ചിക്കണം മിന്നു. ഹലോ, എത്ര മണിക്ക് ഉറങ്ങിയതാ അറിയില്ലെന്നോ? 2 മണിയായില്ലേ? 2, 3, 4, 5:30 മണിയായി. ഇനി വേഗം നിസ്കരിക്കുക, എന്നിട്ട് ചായ തരാം. അല്ലെങ്കിൽ പിന്നെ ഡയറി ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. മദ്രസത്തെ ഡയറിയിൽ നോട്ട് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഇല്ല പറയാം അല്ലേ? നീ അതിനെ ചവിട്ടിയോ? സത്യം പറഞ്ഞോ മിന്നോ? നിന്നെ ചവിട്ടിയോ? താത്ത ചവിട്ടിയോ? മിന്നു പറയാത്തോണ്ട് നീ രക്ഷപ്പെട്ട്. നിസ്കരിക്കുക. ഇനിയിപ്പോൾ കുറച്ച് അരമണിക്കൂർ കഴിഞ്ഞാൽ മഗ്‌രിബ് ബാങ്ക് വിളിക്കാനാവും. അപ്പോൾ പിന്നെ താത്ത ചായ കുടിക്കുന്നത് നോക്കിയിട്ട് അനിയത്തിയും തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വേറെ ഒന്നിനുമല്ല, ചായ ചെറുതായിട്ട് ഒന്നും കൂടെ കിട്ടണം. അപ്പോൾ ചായ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ചായ ഒന്നും ഉണ്ടാക്കാറില്ല. എത്ര കുടിച്ചാലും ആൾക്ക് പിന്നെയും ഇങ്ങനെ വേണം കേട്ടോ. അപ്പം അത്യാവശ്യം മധുരം ഇടും ചായക്ക് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല താല്പര്യമാണ് ചായ കുടിക്കാനായിട്ട്, പ്രത്യേകിച്ച് പാൽ ചായ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. ഇതുപോലെ ഗ്ലാസ്സിലൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ പുറത്ത് കൂടെ അവൾ തിരിച്ചറിയുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. അപ്പം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ.